വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കർഷകന്റെ വീട് കത്തിച്ചതായി പരാതി. ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പാൽക്കുളമേട് സ്വദേശി നിജോ പോളിന്റെ വീടാണ് വനപാലകർ കത്തിച്ചത്. വീട്ടിൽ സൂക്ഷിച്ചിരുന്ന കാപ്പി, കുരുമുളക് എന്നിവയും വീട് പൊളിച്ച് വീട്ടുപകരണങ്ങളും ആക്രിക്കടയിൽ വിറ്റതായും പരാതി. ഉദ്യോഗസ്ഥർ വീട്ടുപകരണങ്ങൾ കടത്തി ആക്രിക്കടയിൽ വിൽക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു. നിങ്ങൾ ഡ്രൈവർ അല്ലേ? എന്റെ പറമ്പിൽ നിന്ന് നിങ്ങൾ മോട്ടിച്ചോണ്ട് പോകുന്ന പോലെ വെച്ചിട്ട് എന്നാ അപ്പൊ നീ ആരാടാ അത് പൊളിച്ചത്? ആ ചേട്ടാ, ഇതെന്റെ പാക്കളമേടെയുള്ള എന്റെ പെര പൊളിച്ച് കൊണ്ടുവന്നേക്കുന്ന സാധനങ്ങളായത് കേട്ടോ. എന്താ ഇതെല്ലാം എൻ്റെ കാലുകളാ. ഇത് പോലീസ് മാസം എഴുതി പോന്നേക്കുന്ന സാധനമാണല്ലോ ഇത്. ഈ ഇരിക്കണം മൊത്തം. കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ പാൽക്കുളമേടിന് പോകുന്ന വഴി സൈഡിൽ വർഷക്കാലമായി വീട് വെച്ച് താമസിച്ചുകൊണ്ടിരുന്ന വീട് വനഭൂമിയിലാണെന്ന് ആരോപിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വീട് കത്തിച്ചു കളഞ്ഞെന്നാണ് പരാതി. വീടിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന കാപ്പി, കുരുമുളക് എന്നിവയും ഇരുമ്പ് പൈപ്പും കൊണ്ട് നിർമ്മിച്ച വീടിന്റെ മേൽക്കൂര ആക്രിക്കടയിൽ വിൽക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. അല്ല, എന്റെ പെര പൊളിച്ചോണ്ട് വരാൻ എന്റെ പെര പൊളിക്കാൻ മേലു ദിവസം പറഞ്ഞോ ചേട്ടാ. എന്റെ പെര പൊളിച്ചോണ്ട് വന്നിരിക്കുന്ന ആക്രി അത് കുഴപ്പമില്ല. ഈ ഇരിക്കുന്ന സാധനങ്ങളെല്ലാത്തിനും ഉണ്ടല്ലോ, എല്ലാത്തിനും തീരുമാനമുണ്ട്. പപ്പേ നമ്മുടെ സോളാർ പാനലിന്റെ ഫ്രെയിം വീട് ഉൾപ്പെടുന്ന പ്രദേശം വനഭൂമിയാണെന്ന് ആരോപിച്ചാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അതിക്രമം നടത്തിയതെന്നാണ് സ്ഥലമുടമ നിജോ പോൾ പറയുന്നത്. എൻ്റെ വീട് തകർക്കുകയും ഇതിൻ്റെ അകത്തുനിന്നുണ്ടായിരുന്ന ഇരുമ്പും ആക്രി സാധനങ്ങളും എല്ലാം കൂടെ കൂട്ടി വനംവകുപ്പിൻ്റെ വണ്ടിയിൽ കൊണ്ടുപോയി ആക്രിക്കടയിൽ കൊടുത്തതിൻ്റെ രേഖകൾ എൻ്റെ വീഡിയോ പ്രൂഫ് എൻ്റെ കയ്യിലുണ്ട്. അത് ഏകദേശം 200 കിലോയോളം ഇരുമ്പ് ഐറ്റംസ് അതിനകത്തുണ്ടായിരുന്നു എന്ന് ആക്രിക്കടക്കാരൻ പറയുകയും ഇവിടുന്ന് ഏകദേശം 2 കിലോമീറ്ററോളം ദൂരത്തിൽ വെള്ളം ഇട്ടുകൊണ്ടുവരുന്ന ഓസ്, ഒരു വലിയ റോൾ ഓസും അവിടെ അവർ കൊണ്ടുപോയി വെച്ചിട്ടുള്ളതാണ്. അത് വിറ്റതവരെ അതും വിറ്റേക്കുന്ന, അതും കാപ്പിക്കുരു, ആറിയാക്ക് കാപ്പിക്കുരു ഉണ്ട്. അതിവിടെ കത്തിച്ചായിട്ട് കാണുന്നില്ല. തലച്ചവട ഇറക്കി വണ്ടിയെ കയറ്റി കൊണ്ടുപോയിട്ടുണ്ട്. അത് ഏകദേശം ഒരു 1.5 ലക്ഷം രൂപയുടെ സാധനമുള്ളതാണ്. നിജോ പോളിന് വർഷങ്ങൾക്ക് മുൻപ് കുടുംബസ്വത്തായി കിട്ടിയ ഭൂമിയാണിത്. പഞ്ചായത്ത് രേഖകളിൽ വീടിന്റെ കരം ഉൾപ്പെടെ പഞ്ചായത്തിൽ അടച്ചുവരുന്നതുമാണ്. പാൽക്കുളമേട് പ്രദേശത്ത് നിരവധി പേരെ മുൻപും ഭീഷണിപ്പെടുത്തിയ സ്ഥലത്തു നിന്ന് ഇറക്കിവിടാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ശ്രമം നടത്തിയിരുന്നു. താമസിക്കാൻ തനിക്ക് മറ്റൊരിടമില്ലെന്നും വാടക വീട്ടിലാണ് കഴിയുന്നതെന്നും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാവണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും കളക്ടർക്കും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ടെന്നും നിജോ പോൾ പറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.